ചെടികളും പൂക്കളും വളർത്തുന്നവർക്കായിട്ടുള്ള ഒരു പ്രത്യേക കോംബോ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. വളം നമ്മളെല്ലാവർക്കും അറിയാം, വളം ചെടി പൂക്കാനായിട്ട് കൊടുക്കുന്ന വളം. നമുക്കിപ്പം ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി, എല്ലുപൊടി, പിണ്ണാക്ക് എന്നുള്ള ഒരു കൂട്ടം വളം ഉണ്ട് ഓൾറെഡി. എന്നാൽ നിങ്ങളുടെ സ്ഥലങ്ങളിൽ കിട്ടാത്ത കുറേ വളങ്ങളുണ്ട്. അതായത് DAP വളം. DAP വളത്തിൻ്റെ കൂടിയ ഒരു വളമുണ്ട്. DAPയുടെ തന്നെ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാണ്. അന്നേരം അത് റോസ് പൂക്കാൻ ബെസ്റ്റ് സാധനം. ഇത് നമ്മൾ ബാംഗ്ലൂരൊക്കെ ലോഡ് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മളൊരു 2-3 ചാക്കൊക്കെ ആയിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. അതിനകത്തുനിന്ന് ഒരു പാക്കറ്റ് വളം, അതേപോലെ തന്നെ ഫാക്ടംഫോസ് വളം, അതും ഈ ചെടിക്ക് വളർച്ചയ്ക്കും പൂക്കാനും, അതായത് കായ്ക്കുന്ന ഫ്രൂട്ട് ഐറ്റത്തിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വളങ്ങളിൽ ഒന്നാണ് ഫാക്ടംഫോസ് വളം. അതിൻ്റെ ഒരു പാക്കറ്റ്, അതും അതിൻ്റെ കൂടെ തന്നെ NPK മിക്സറിൻ്റെ ചെറിയ ഒരു സാഷെ പാക്കറ്റ്, ഈ മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോംബോ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്കിത് അയച്ചു കൊടുക്കാൻ സാധിക്കും. മാക്സിമം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ DTDC ആയിരിക്കും. അവർക്ക് നമ്മളിവിടെന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് ഏകദേശം 60 രൂപയൊക്കെയാണ് അവർ ചാർജ് ഈടാക്കുന്നത്. ചിലപ്പം നമ്മൾ കൂടുതൽ ബോക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 രൂപ നിരക്കിൽ അവരിതേപോലെ തന്നെ പ്രൊഫഷണൽ കൊറിയർ വഴിയും നമുക്കിത് അയച്ചു തരാൻ സാധിക്കും. അതേപോലെ നമ്മളിവിടുന്ന് പാക്ക് ചെയ്തിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ഈ പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് വെയിറ്റ് അതിനും കൂടെ കൂടാറുണ്ട് സാധാരണഗതിയിൽ. ഇത് ഏകദേശം ഒരു 1.5 കിലോ 2 കിലോ ഉള്ള ഒരു 2-3 പാക്കറ്റായിട്ടാണ് ഇത് വരുന്നത്. അതായത് ഒരു പാക്കറ്റും 2 ചെറിയ പാക്കറ്റുമായിട്ടാണ് വരുന്നത്. അന്നേരം ഇതിന് പോസ്റ്റൽ ചാർജ് അടക്കം 200 രൂപയാണ് വരുന്നത് വില. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഅമോണിയം ഫോസ്ഫേറ്റിൻ്റെ അന്ന് 10 തരി വീതം നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് വെള്ളമൊഴിച്ചതിന് ശേഷം, ചെടിയിൽ പ്രൂണൊക്കെ ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് നല്ല ഫാക്റ്റിൻ്റെ വളം, അതായത് അതും ഒരു 10 തരി 10 ദിവസം കഴിഞ്ഞതിന് ശേഷം കൊടുക്കുക. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് NPK മിക്സ്ചർ ലൈറ്റായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് 19 കൂടിയത്, അത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 2 മുതൽ 3 ഗ്രാം വരെ മാക്സിമം. റോസിനായതുകൊണ്ടാണ്, മറ്റുള്ള ചെടികൾക്ക് ലൈറ്റായിട്ട് കൊടുക്കുക. 2 ഗ്രാമിൽ താഴെ കൊടുത്ത് നിർത്തുക. 2 ഗ്രാമിൽ കുറച്ച് എങ്ങനെ എടുക്കുന്നു എന്നൊരു സംശയം വരും അല്ലേ. അത് ചെറിയ ചായപ്പൊടിയൊക്കെ ഇടുന്ന ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം 2 ഗ്രാം അടുപ്പിച്ച് വരും. അന്നേരം അത് ഇട്ട് കൊടുക്കുക. വെള്ളത്തിൽ നല്ലപോലെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ഇലയിലും തണ്ടിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാര്യം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പൊക്കെ നന്നായിട്ട് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് പൂ കൂടുതൽ കിട്ടാനായിട്ടുള്ള മാസങ്ങളാണ് ഇപ്പം. അതിൻ്റെ കൂടെ കാലം തെറ്റിയുള്ള മഴയും കൂടെ വരുന്നുണ്ട്. അന്നേരം നമ്മൾ ശ്രദ്ധിക്കുക. അത് ഫംഗിസൈഡ് കൊടുക്കുക. മഴ എപ്പോൾ പെയ്യുന്നോ അതിൻ്റെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കെങ്കിലും നമുക്ക് ഒരു ഫംഗിസൈഡ് കൊടുക്കണം. അത് ഓർത്ത് വെച്ചേക്കുക. അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ വളം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിനകത്ത് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം വീണ്ടും ആ നമ്പർ തന്നെ ചാലു ആക്കിയിട്ടുണ്ട്. ഈ നമ്പർ തന്നെയാണ്. നമ്മൾ തന്നെ ഒരു മേൽനോട്ടത്തിൽ നമ്മളത് നോക്കിയിട്ട് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കും. മാക്സിമം നോക്കി അയക്കാനായിട്ട് ശ്രമിക്കും. അന്നേരം എന്ന് വെച്ചാൽ അഥവാ എപ്പോഴും ഇതിനകത്ത് ഇരിക്കാത്ത, ഫോൺ കൊണ്ടിരിക്കാത്തത് കൊണ്ടാണ്. അന്നേരം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാലതാമസം വരുവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു മെസ്സേജ് ഇടുക. ഹായ് എന്നെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ മെസ്സേജ് കാണും. ഇല്ലാത്ത പക്ഷം കാണത്തില്ല. കാര്യം ഒരുപാട് മെസ്സേജ് വരുന്നത് കൊണ്ടാണ്. ഒന്നും വിചാരിക്കരുത്. അതേപോലെ തന്നെ പഴച്ചെടികൾ കാണുന്നുണ്ടെങ്കിലും ഫാക്ടംഫോസ് കൊടുക്കാം. അതേപോലെ തന്നെ ഫോളിയാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ NPK നമുക്ക് ലൈറ്റായിട്ട് 2 ഗ്രാം മുതൽ 3 ഗ്രാം വരെ എടുത്ത് റോസിന് കൊടുക്കുന്നത് പോലെ ഒരു 4 ഗ്രാം മുതൽ 5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വലിയ ഫ്രൂട്ട് പ്ലാന്റ്സിന് ഇലയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ലതാണ്. അതേപോലെ തന്നെ കെപ്പൽ വരെ, നമ്മുടെ നാട്ടിൽ കെപ്പൽ വരെ ഇപ്പം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അന്നേരം ഒരുപാട് പേർക്ക് ഈ ഫോളിയാറ് നല്ല പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ NPK ഈ ഫ്ലവറിങ്ങിനകത്ത് പൊട്ടാഷ് കണ്ടൻറ്റ് ഉണ്ട്. അന്നേരം ലൈറ്റായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞു വീഴുന്ന ഒരവസ്ഥയും കൂടെ മാറിക്കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. NPKയിൽ പൊട്ടാഷ്, ചാരം അങ്ങനെയുള്ള സാധനത്തിൻ്റെ കുറവുകൊണ്ട് ഇതേപോലെ പൂക്കൾ പൊഴിഞ്ഞു പോകാനായിട്ട് ഉള്ള സാധ്യത ഉണ്ടാകും. അന്നേരം ഈ പൊട്ടാഷ് വളം മണ്ണിലും അതേപോലെ തന്നെ ബോഡിയിലൊക്കെ പൊട്ടാഷ് ചേർന്ന വളത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും.
അതിനുശേഷമായിട്ട് നമുക്ക് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് വളം, അത് നമുക്ക് നേരത്തെ ഉണ്ട്. അതിലും എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടല പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറേശ്ശെ ഇട്ട് എടുത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പിടി ആറ്റുമണലും കൂടെ, നല്ലൊരു പിടി ആറ്റുമണലും കൂടെ. ആറ്റുമണൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം മണ്ണിൽ ഈ റോഡ് സൈഡിലൂടെ ഒഴുകി വരുന്ന മണ്ണിനെ എടുത്ത് കഴുകി വൃത്തിയാക്കി അതിനകത്ത് ചല്ലി എടുക്കുക, അതായത് ചരൽ അരിച്ചതിന് ശേഷം മുകളിൽ വരുന്ന ആ ചല്ലി എടുക്കുക, ആ മണ്ണെടുക്കുക. അതിനുശേഷം ഇതിനെ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിണ്ണാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ആ ഒരു മിശ്രിതത്തിലിട്ട് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറേശ്ശെ എല്ലാ ചെടിക്കും ഇട്ട് കൊടുത്ത് മേൽമണ്ണ് ഇളകി കൊടുക്കുക. അതിനകത്തൂടെ ഗ്രോത്ത് കിട്ടും. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആക്കുക. പ്ലാന്റ് ഇത്രയും നാൾ നമ്മൾ പ്രൂൺ ചെയ്തു. മണ്ട ഭാഗങ്ങളിൽ പൂക്കളുള്ള ഭാഗങ്ങൾ, കരിഞ്ഞ ഭാഗങ്ങൾ രണ്ടില താഴെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. അതിനെയാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. ഈ പ്രൂൺ ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള വളമിട്ട് പുതിയ ബ്രാഞ്ചാക്കി എടുത്ത് പുതിയ വളക്കൂട്ടാണ് കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പം ഒരു കോംബോ, അതായത് ഇപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ DAP വരും, അതേപോലെ തന്നെ NPK മിക്സർ വരും. NPK കൂടി NPK അത് സ്പ്രേ ചെയ്യാനുള്ള NPK ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഫാക്ടംഫോസും വരും. ഈ ഫാക്ടംഫോസ് ഒരു 10 തരി വീതം, അത് 3 മാറി തിരിഞ്ഞും 10 ദിവസം ഗ്യാപ്പിട്ട് 10 ദിവസം ഗ്യാപ്പിട്ട് 10 ദിവസം ഗ്യാപ്പിട്ട് അതിന് ഒരു മാസമായി. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ മരുന്നടിക്കുന്ന ദിവസം ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മരുന്നടിക്കുന്ന ദിവസം നമുക്ക് മാസത്തിൽ ഒരിക്കലായിട്ട് ഇച്ചിരി ഈ പറഞ്ഞ അടിസ്ഥാന വളം, അത് എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ അടിസ്ഥാന വളമായിട്ട് തന്നെ ഇതിൻ്റെ മൂട്ടിലിട്ട് കൊടുത്ത് മേൽമണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എത്രത്തോളം നന്നായിട്ട് ഇളക്കി, വേര് പൊട്ടൽ ഇളക്കുന്നത് ഇത് കൂടിയിട്ട് വേര് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പ്ലാന്റിന് ക്ഷീണം തട്ടാനായിട്ടുള്ള ഒരു ഇത് വരും. അന്നേരം അതുകൊണ്ട് നമ്മൾ നോക്കുക, വളർത്തിയെടുക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. ഈ എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ചാണകപ്പൊടിയൊക്കെ തന്നെ കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാണകവും കൂടിയിട്ട് മിക്സ് ചെയ്ത് 3:2:1, അതായത് 3:2:1 റേഷ്യോ, അതായത് 3 പിടി ചാണകം, 2 പിടി വേപ്പിണ്ണാക്ക്, 1 പിടി കടലപ്പിണ്ണാക്ക്, ഇത് 3ഉം കൂടെ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുതിർത്തിടുക. മൊത്തം ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തിടുക. അതിനുശേഷം അതിൽ നിന്നും 3 ദിവസം 72 മണിക്കൂർ കഴിഞ്ഞ് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് എല്ലാ ചെടിക്കും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറി തൈ വീട്ടിലുണ്ടെങ്കിൽ അതിനൊഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എല്ലാം എടുത്തതിന് ശേഷം, ഇതെന്ന് പറഞ്ഞാൽ 72 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ കുറയുകയാണ് സാധാരണ ചെയ്യുന്നത്. നൈട്രജൻ നന്നായിട്ട് നിൽക്കുന്നത് 72, 75, 80 മണിക്കൂർ. ഈ മണിക്കൂറിൽ നമ്മളത് എടുക്കാൻ ശ്രമിക്കുക. 72 മണിക്കൂർ മുതൽ 80 മണിക്കൂറിനകം ഇതെടുത്ത് അതിന് ആവശ്യത്തിന് മാത്രം അതുകൊണ്ട് കലക്കുക. ഓവറായിട്ട് ഇത് വെച്ച് കുറേ നാൾ കഴിഞ്ഞ് യൂസ് ചെയ്യാമെന്നും കരുതരുത്. അത് നമുക്കൊരു മിഥ്യാധാരണയാണ്. കാര്യം അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. ഇത് അന്നേരത്തേക്ക് യൂസ് ചെയ്യുക. അതിനുശേഷം ബാക്കി തെങ്ങിന് വളമായിട്ട് കൊടുക്കുക. ഏറ്റവും നല്ലതാണ്. നൈട്രജൻ നന്നായിട്ട് കിട്ടും. അതുപോലെ കടലപ്പിണ്ണാക്കുണ്ട്, പൂങ്കുലകൾക്ക് നല്ലതാണ്, തെങ്ങും പൂങ്കുലകൾക്കൊക്കെ നല്ലതാണ്. അന്നേരം അതുകൊണ്ട് അതിന് ഇട്ട് കൊടുക്കുക. ബാക്കി അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. എല്ലാവരും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കുള്ളൊരു സംശയം മാറ്റുവാണ്. ഇത് 72 മുതൽ 80 മണിക്കൂർ, മാക്സിമം ഒരു 85 മണിക്കൂർ, അതിനുശേഷം അത് എടുക്കാതിരിക്കുക. അത് മറ്റുള്ള തെങ്ങിനും മാവിനും ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇത് നമ്മളെ വീനസ് ഫ്ലൈ ട്രാപ്പാണ്, ഏരപിടിയൻ സസ്യമാണ്. അതിനെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ആശ്രാമ മൈതാനത്ത് ഇപ്പം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് പ്രാണികളെ ഇവൻ പിടിക്കുന്നത്. അതിൻ്റെ നിങ്ങൾ നേരിട്ട് കണ്ടു. അന്നേരം ഇതിങ്ങനെയാണ് ഇത് പിടിക്കുന്നത്. അന്നേരം എങ്ങനെയുണ്ടെന്ന് ഒന്നുകൂടെ കാണിച്ചിരുന്നതാണ്. തന്നെ കണ്ടില്ലേ, ഇതങ്ങോട്ട് വെച്ചു, അന്നേരം തന്നെ അത് അടഞ്ഞു. കണ്ടില്ലേ, ഇത് ഏരപിടിയൻ സസ്യമാണ്, നെപ്പന്തിസ് അല്ല, വീനസ് ഫ്ലൈ ട്രാപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. അന്നേരം ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ നമ്മളെ കോംബോ വളം ആർക്കെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വന്നുകൊണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക്